ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട യൂണിക്കോൺ എഞ്ചിൻ വർക്ക് ആയിട്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ എഞ്ചിൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് കാര്യങ്ങളൊക്കെ മാറ്റാണ്ടായിരുന്നു. ചെയിൻ സ്പ്രോക്കറ്റൊക്കെ മാറ്റി ബാക്ക് ഷോക്കിൻ്റെ മോണോ ഷോക്കിൻ്റെ ബുഷുകളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ സൈഡ് സ്റ്റാൻഡ് നമുക്ക് ഇരുന്നത് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അതും കൂടി മാറ്റിയിട്ടുണ്ട്. കാരണം വണ്ടി വെക്കുമ്പോൾ തന്നെ ഓൾറെഡി ചെരിഞ്ഞ് വീഴാൻ പോകുന്നൊരു ഫീൽ ഉണ്ടാവും. കാരണം ആ സ്റ്റാൻഡ് കംപ്ലൈൻ്റ് ആണ്. അടിഭാഗമൊക്കെ ദ്രവിച്ച് തുരുമ്പിട്ട് ഒരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി ഇവിടെ ലിവറുള്ള ടൈപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചെരിച്ചിൽ 100% ക്ലിയർ ആവില്ല, എന്നാലും ഏകദേശം ഒരു 50% ഉള്ളത് കറക്റ്റായി കിട്ടും. പിന്നെ എൻജിൻ വർക്കിൻ്റെ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ 1 ഇയർ വാറണ്ടിയിലാണ് ചെയ്തേക്കണേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി അങ്ങോട്ടേക്കുള്ള സർവീസ് കൃത്യമായിട്ട് ചെയ്യണം. അതിനകത്ത് ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ എൻജിൻ്റെ ഓയിൽ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ട്യൂണിങ് കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ ആ സർവീസിൽ നമുക്കത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 4 മാസം കൂടുമ്പോഴാണ് അതിൻ്റെ പീരിയോഡിക് സർവീസ് വരാം. കൃത്യമായിട്ട് അതിൻ്റെ ഓയിൽ ചേഞ്ചിൻ്റെയും എൻജിൻ പെർഫോമൻസൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പർപ്പസ് മെയിനായിട്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ 3000 കിലോമീറ്റർ കൂടുമ്പോൾ കമ്പൽസറി നമ്മൾ ഓട്ടത്തിൻ്റെ ബേസ് ചെയ്തിട്ടല്ല, 3000 കിലോമീറ്റർ കൂടുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വന്നെ കേട്ടോ. അപ്പോൾ അതൊക്കെ നിർബന്ധമായിട്ടും കറക്റ്റായിട്ട് ചെയ്യണം. നമുക്ക് ഈ 3 സർവീസ് കൃത്യമായിട്ട് വേണം. 4 സർവീസ് ഒരെണ്ണം ഫിൽറ്റർ ക്ലീനിങ് വരും. അത് കറക്റ്റ് ആണെങ്കിലാണ് നമുക്ക് വാറണ്ടി സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാലും നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഓൾറെഡി ഇതിൻ്റെ CDA എന്ന് പറഞ്ഞ യൂണിറ്റ് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഇരിക്കുന്നത് കമ്പനി ഫിൽറ്റർ CDA അല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു മിസ്സിങ് വണ്ടിക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിച്ചാൽ ബാക്കിയത്തൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്, പക്കയാണ്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. അത് മാത്രമാണ് നമുക്കൊരു പോരായ്മയായിട്ട് തോന്നുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ട് ഹാൻഡിലിൻ്റെ ഭാഗത്ത് ചെറിയൊരു അടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓടിക്കുന്നത് ടൈറ്റ് ചെയ്തപ്പോൾ കോൺസെപ്റ്റിൻ്റെ ഒക്കെ ഓക്കെ ഉണ്ട്. ബ്രേക്കൊക്കെ ഓൾറെഡി കംപ്ലയിൻ്റാണ്, നല്ല ജാമിങ് ആണ്. അതൊക്കെ നെക്സ്റ്റ് അടുത്തതിനകത്ത് അതേപോലെ ഇവിടുത്തെ ഇതിൻ്റെയും ഇതൊക്കെ കംപ്ലയിൻ്റ് ആയിരിക്കാം ഫ്രണ്ടിലത്തെ. അപ്പോൾ ബാക്കിയത്തെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് വാറണ്ടിയിലുള്ള വർക്കുകൾ കൃത്യമായിട്ട് ചെയ്യാം. അത് ഇവിടുന്ന് നമ്മൾ തരുന്ന സമയത്ത് നമുക്ക് എഴുതി തന്നു വിടാം അതിൻ്റെ ഏതൊക്കെ പീരീഡിലാണ് അതിൻ്റെ സർവീസ് കാര്യങ്ങൾ വന്നതെന്നുള്ളത്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. കാരണം അതിൻ്റെ ഡാറ്റാ ബേസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ക്ലിയറായിട്ട് സർവീസ് ഡാറ്റ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് എന്തെങ്കിലും ഒരു വാറണ്ടി വന്ന് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം കൂടി ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് നമുക്കത് ക്ലിയറായിട്ട് ആ വാറണ്ടി പീരീഡ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, എൻ്റെ ബില്ലാവണം. ഇവിടുന്ന് ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ.